ഞാൻ കുറച്ച് തമാശ രൂപേണ കുറച്ച് കാര്യങ്ങൾ എഴുതിയപ്പോൾ ചില ആളുകൾക്ക് ചെറിയൊരു വിഷമം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തീരെ പക്വത നേടാത്ത ഒരു പാവപ്പെട്ട ഒരു തന്തയാണെന്നൊക്കെയുള്ളൊരു രീതിയിൽ പ്രചരണം പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിമർശനങ്ങൾ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാക്സിമം വിമർശനങ്ങൾ നടത്തണം. എന്ത് തെറി വാക്കുകൾ ഉപയോഗിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളെ ഏത് ഭാഷയിൽ ഉപയോഗിച്ചിട്ട് എന്നെ വിമർശിച്ചാലും തെറ്റായാലും ശരിയായാലും പരിഹസിച്ചാലും ഒന്നും എനിക്ക് യാതൊരു വിഷമമില്ല. കാരണം ഞാൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ 51 വയസ്സ് വരെ എത്തിയത്. പരിഹാസങ്ങളും വിമർശനങ്ങളും കുറ്റപ്പറച്ചിലുകളും കഷ്ടപ്പെടുമ്പോൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും, എൻ്റെ അച്ഛനടക്കം പലരും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അത്യാവശ്യം തനിയെ പഠിക്കുന്നുണ്ട്, എന്നിട്ടും ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്നു. പക്വതയില്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത്തരം തമാശകൾ എഴുതുന്നത്. അതുപോലെ മറ്റേ പൊട്ടിൻ്റെ ഇടയിൽ കരിയിടുന്ന പോലെ കുറച്ച് തമാശകൾ ഇടുന്നതിൻ്റെ പ്രധാന കാരണം വേറൊന്നുമല്ല. ഈ കേരളത്തിലെ ആൺപിള്ളേർക്ക് വിവാഹം കഴിക്കാൻ പെണ്ണിനെ കിട്ടുന്നില്ല. 40ഉം 46ഉം വയസ്സായ ആളുകൾ വരെ വിവാഹം കഴിക്കാൻ പറ്റാതെ എന്നെ വിളിക്കുന്നുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു വിവാഹം റെഡിയാക്കി കൊടുക്കാൻ, പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികമായ ഒരു ചുറ്റുപാടില്ല. ഒന്ന്. പിന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പെൺകുട്ടികൾക്ക് വിവാഹം കഴിച്ചിട്ട് ധൈര്യമായിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് സ്ഥിരതാമസം നടത്താമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് അനുവർത്തിച്ച് കൊണ്ടുവരുന്ന കുറേ വിഷയങ്ങൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാരണമായിട്ട് കാണുന്നുണ്ട്. പെൺകുട്ടികൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഒരു വീട്ടിൽ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും മുഴുവൻ ബന്ധുക്കളെയും ഉപേക്ഷിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടി അനുഭവിക്കേണ്ട പീഡനങ്ങൾ അത് എൻ്റെ സ്വന്തം ഭാര്യയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വന്തം അമ്മയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ പല സ്ത്രീകളുടെയും ആജീവനാന്ത കഷ്ടപ്പാടുകൾ, ഇത് കല്യാണം കഴിച്ച് മരിക്കും വരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഈ മദ്യപാനം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷേ കുടുംബത്തിൽ തല്ലോടാനും എന്താ പറയുക, സ്വൈര്യമില്ലാതാക്കാനും സമാധാനമില്ലാതാക്കാനും അല്ല ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി സ്വന്തം ഭർത്താവും മകനും തമ്മിൽ വെട്ടോത്തി കളി കളിക്കുന്ന അവസ്ഥ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ കള്ളുപിടിച്ചിട്ട് അവസാനം എന്തുണ്ടായി, അയാൾ കെട്ടിത്തൂങ്ങി ചത്തു. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ, ആ ചങ്ങായിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു 5 പവൻ കൊടുക്കാൻ പോലും കഴിവില്ലാതെ ആ ചേച്ചി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ വെറും 4 സെൻറ്റ് 5 സെൻറ്റ് ഭൂമിയുള്ള ആ ഭൂമി കൈ പിടിച്ചിട്ട് ലോൺ എടുക്കാൻ പല പണമിടപാട് സ്ഥാപനങ്ങളിലും പോയി, സഹകരണ സ്ഥാപനങ്ങളിലും ഒരുപാട് സ്ഥലത്ത് പോയി. ലോൺ കിട്ടിയില്ല. ഏറ്റവും കുറഞ്ഞത് 6 സെൻറ്റെങ്കിലും വേണം സഹകരണ ബാങ്കിൽ ലോൺ കിട്ടാൻ. പല പാർട്ടിക്കാരും കാല് പിടിച്ചു. അവസാനം 5 പവൻ കൊടുത്തത് കുന്നംകുളത്തെ ഒരു പ്രമുഖ കോൺഗ്രസ് പാർട്ടി നേതാവാണ്. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ്. ഈ മരിച്ചുപോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ആള് നല്ല പണിക്കാരനായിരുന്നു.
ചെറുപ്പത്തിൽ നല്ല സ്വഭാവം ചെറുപ്പത്തിൽ നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ കാണാത്ത വ്യക്തിയല്ല. ഞാൻ ചെറുപ്പത്തിൽ ആളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മദ്യപാനത്തിന് അടിമപ്പെട്ടിട്ട് കുടുംബം നശിപ്പിച്ച് മാറാണക്കല്ല് കുത്തി എന്തിനു പറയണു, പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുക്കേണ്ട അച്ഛനാണ് കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത്. എന്തിനാണ് ഈ കേരള ജനത ഇത്രയധികം മദ്യപാനത്തിനോട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? കേരളത്തിലെ ആണുങ്ങളെ മദ്യപിച്ചിട്ട് ആ കുടുംബത്തെ ഭാര്യമാർക്ക്, അവിടുത്തെ കുട്ടികൾക്ക് സ്വൈരവും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഞാൻ കഴിക്കണ്ടെന്നല്ല പറയുന്നത്, ആവശ്യത്തിന് കഴിക്കും. ഒരു ഞായറാഴ്ച ഒരാഴ്ച 6 ദിവസം പണിയെടുത്ത് 7ാമത്തെ ദിവസം ഞായറാഴ്ച ഒരു 1/2 ലിറ്ററോ ഒരു ഒരു ലിറ്ററോ മേടിച്ചിട്ട് കൂട്ടുകൂടിയിട്ടോ അല്ലാതെ കഴിക്കും. ഇത് നിത്യേന കഴിക്കണമെന്ന് എന്താണത്? ഇത് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഡെയിലി ഒരു 10 രൂപ ഭണ്ഡാരത്തിലിടാൻ അവർക്ക് നേരം, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരു ചായയും കടി മേടിച്ചു കൊടുക്കാൻ ഒരേ കാശുണ്ടാവില്ല. പക്ഷെ നിത്യേന കള്ളുടിക്കാൻ കാശുണ്ടാവും. വീട്ടിലേക്ക് വേണ്ട പലചരക്ക്, പച്ചക്കറി, മീൻ, ഇറച്ചി എന്നിവ വാങ്ങുമ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് കിട്ടാൻ പിശുങ്ങ് കാണിക്കും. എന്നാൽ ഈ ബീവറേജിലും കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റിലും അതുപോലെ ബാറിലും പോയിട്ട് ₹1 കുറച്ച് തരില്ല. നമ്മൾ ദിവസം ഏകദേശം 500 രൂപ മദ്യപാനത്തിന് വേണ്ടിയിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടിട്ടിട്ട് അവർ ഒരു 10-20 വർഷം കഴിഞ്ഞ പലിശ സഹിതം നമുക്ക് തിരിച്ചു തരുന്നില്ല. അതേസമയം ഒരു 100 രൂപ ഈ തൊഴിലാളികൾക്ക് ഡെയിലി അടയ്ക്കുന്ന, ഡെയിലിയാണ് കൂലി കിട്ടുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 100 രൂപ. 100ൻ്റെ എത്ര ഗുണിതങ്ങളാവാം, 200, 300, 400, 500, 1000, 2000 എത്ര വേണമെങ്കിൽ ആവാം. അത് ഡെയിലി അടച്ചിട്ട് സ്വന്തം കുട്ടികൾക്ക് ഒരു വിവാഹത്തിനോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ഒരു തൊഴിൽ കിട്ടാനോ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ സംഖ്യ ആ സംഖ്യ കിട്ടുമ്പോൾ വളരെ ഉപകാരമാവില്ല. ഡെയിലി കള്ളുടിക്കും, ഡെയിലി. ഈ കള്ളുടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിലെ ദളിത് ജനവിഭാഗമാണ്. പട്ടികജാതി പട്ടികവർഗം, അതുപോലെ ആദിവാസികളെ പറ്റിയിട്ട് എനിക്കറിയില്ല. കാരണം ആദിവാസികളും അത്യാവശ്യം ആണും പെണ്ണും കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരനെയും അല്ലെങ്കിൽ ദളിത്, ഞാനും ഈ ദളിതിൽ പെട്ടാണ് കേട്ടോ, പട്ടികജാതി വിഭാഗത്തിൽ കണക്ക് സമുദായത്തിൽ പെട്ട. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അച്ഛൻ ഒരു കോടതി ജീവനക്കാരനായിരുന്നു. 20 ദിവസമെങ്കിലും പെൻഷൻ കിട്ടി 1/2 ലിറ്റർ കഴിച്ചിട്ട് ഒരു ദിവസം സമാധാനം തരും. ഏകദേശം 10-15 കൊല്ലം ഈ ഇടപാട് തുടങ്ങിയിട്ട്. ഇത് ജോലിയുള്ള കാലത്ത് ഇത്ര മാന്യനും ഇത്ര ധർമ്മിഷ്ഠനും ഇത്ര സത്യകാരനും നീതിമാനും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചിട്ട് തന്നെ ഞാൻ സത്യവാദിയും ധർമ്മവാദിയും നീതിവാദിയൊക്കെ ആയിരുന്നു, അല്ലാതെ നാട്ടുകാരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ അമ്മയായിരുന്നു. അമ്മ അച്ഛനോട് അധികം സംസാരിക്കാൻ പറ്റില്ല, അച്ഛൻ ഒരു ഗൗരവ പ്രകൃതി. അപ്പോൾ അമ്മയുടെ കൂടെ അടുക്കളയിൽ ഇരുന്നിട്ട് അമ്മ പറയുന്ന പുരാണ കഥകളും സത്സംഗങ്ങളും കേട്ടിട്ട് വളർന്ന ആളെ മനസ്സിലായി. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. അതോടൊപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള സദ്ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അമ്മയുടെ അച്ഛനായ അച്ചാച്ചനാണ്. ചെറുപ്പം മുതൽ ഈ കാലഘട്ടം വരെയുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ആധ്യാത്മികത കൊണ്ട് എന്താണ് ഗുണം, എന്തിനാണ് നമ്മൾ ദൈവവിശ്വാസം, ഇതൊക്കെ കൃത്യമായിട്ട് ഏകദേശം 20-21 വയസ്സ് വരെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ട് അതെനിക്ക് വളരെയധികം പ്രയോജനമായിട്ട്. ആധ്യാത്മികത അല്ലെങ്കിൽ ഭക്തിമാർഗം എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സമാധാനവും പല പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം, ധൈര്യം, വഴി എല്ലാം തരും. അതേത് മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ,
ഹിന്ദു മതത്തിലെ ഉപജാതികളായിക്കോട്ടെ, അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ ബൈബിള് എന്ന് പറയുന്ന സാധനം ഞാൻ പഠിച്ചിടത്തോളം ഒരു ആധ്യാത്മിക ഗ്രന്ഥം മാത്രമല്ല, സാമ്പത്തിക ശാസ്ത്രം തൊട്ട് ഒരു വിവാഹ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, എന്തിനു പറയുന്നു പ്രേമിക്കുന്നത്, പ്രണയിക്കുന്നത് വരെ ബൈബിളിൽ എല്ലാ തത്വശാസ്ത്രങ്ങളും ഉണ്ട്. അതുപോലെ ഖുറാൻ എന്ന ഈ ഏത് മതത്തിലെ മതഗ്രന്ഥമായാലും ഏറ്റവും ചുരുക്കി പറയാൻ പറ്റാവുന്നത് അതിൻ്റെ പേര് സ്നേഹം എന്നാണ്. ഞാൻ ഖുറാൻ, ബൈബിള്, മറ്റ് മതപുസ്തകങ്ങൾ പഠിച്ചെടുത്തോളം ഏറ്റവും ചെറിയ വാക്ക് ദൈവത്തെ അല്ലെങ്കിൽ ആ മതഗ്രന്ഥങ്ങളെ ചുരുക്കാൻ പറ്റുന്നത് സ്നേഹം അല്ലെങ്കിൽ ലവ്. ഈ ലവ് അല്ലെങ്കിൽ സ്നേഹം എന്നിവ കൊണ്ട് നമ്മുടെ രാജ്യത്തും ലോകത്തും നമ്മുടെ സംസ്ഥാനത്തിലും വളരെയധികം മാറ്റം വരുത്താൻ പറ്റും. ഭരണകർത്താക്കൾ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പൈസ കക്കില്ല. ജനങ്ങൾ ഭരണകർത്താക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ തർക്കങ്ങൾ വരുന്നില്ല. അങ്ങനെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരില്ല. കുട്ടികൾ അച്ഛനും അമ്മേനെ സ്നേഹിക്കുമ്പോൾ അവിടെ പ്രശ്നം വരുന്നില്ല. അതുപോലെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും അവരുടെ മക്കളായ നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ പേരക്കുട്ടികളും നമ്മളും സ്നേഹിക്കാൻ തുടങ്ങി അവിടെ പ്രശ്നം വരുന്നില്ല. അതുപോലെ പുരുഷന്മാർ നമ്മുടെ രാജ്യത്തെ ഇണ ഒഴികെ, സ്വന്തം ഇണ ഒഴികെ എല്ലാവരും മറ്റുള്ള ഇണകളെ സാധാരണ രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങിയ അവിടെ ഒരു പ്രശ്നം വരാൻ പോണില്ല. ഈ സ്നേഹം എന്ന സംഭവം അണുബോംബിനേക്കാൾ ശക്തിയുള്ളൊരു ആയുധം കൂടിയിട്ടാണ്. നമ്മൾ ദ്രോഹിച്ചവരെ സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം. നമ്മളെ ദ്രോഹിച്ചവരെ സ്നേഹിക്കുക, അതാണ് എൻ്റെ തത്വശാസ്ത്രം. കാരണം നമ്മൾ എന്നെ സ്നേഹിച്ചൊരു വ്യക്തിയെ നമ്മൾ തിരിച്ച് ആക്രമിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ഒരു കഷ്ടപ്പാടിലും വിഷമത്തിലും സങ്കടത്തിലും കൂടെ നിന്നില്ല അതെന്ന് വിചാരിച്ച് അവരെ പ്രതികാരം ചെയ്ത് അവരെ നശിപ്പിക്കാൻ നോക്കരുത്. ഒരു കാലത്ത് നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകൾ പിന്നീട് പൈസയായിട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ നമ്മുടെ അടുത്തേക്ക് ഒരു സഹായം അഭ്യർത്ഥിക്കുക, എല്ലാം മറന്നുകൊണ്ട് അവരെ സഹായിക്കുക, സ്നേഹിക്കുക. അപ്പോൾ അവർ എന്തായാലും ആകെ മനസ്സൊരുക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് കുറ്റങ്ങളും തെറ്റുകളും അസത്യങ്ങളും അധർമ്മങ്ങളും ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ കൂടുതൽ പേടിക്കേണ്ട ഒരു സംഭവം എന്താ? മനസ്സാക്ഷി കോടതി. അതായത് മനസ്സാക്ഷി എന്ന പറയുന്ന സ്ഥലത്ത് നമ്മൾ സ്വയം കുറ്റം വാദിക്കാൻ തുടങ്ങും. ഇത് ഞാൻ തെറ്റാണോ ചെയ്തത്, അതാ ശരിയാണോ ചെയ്തത്? ഈ ഒരൊറ്റ വാദം അവിടെ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ പോയിട്ട് നമ്മളെ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷിച്ചാലേക്കാളും കൂടുതൽ വിഷമമുണ്ടാവുക നമ്മുടെ ഹൃദയത്തിലും മനസ്സിലാണ്. അല്ലാതെ മറ്റൊരാൾ നൽകുന്ന ശിക്ഷയെക്കാളും വലിയ ശിക്ഷയല്ല. എന്താണ് ഈ തടവറ? നമ്മുടെ വീട്ടിൽ നമ്മൾ വാതിൽ അടച്ച് കിടന്നുറങ്ങുന്നതിന് പകരം വേറൊരാൾ വാതിലടച്ചിട്ട് രണ്ട് വശം പുറത്തു നിന്ന വേറൊരാൾ അടച്ചിട്ടാൽ അത് തടവറയായി. ഈ തടവറ ഈ ജീവപര്യന്തം ശിക്ഷയെക്കാളും ചെറുതാണ് ഈ മറ്റേ തൂക്കിക്കൊല്ലൽ അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയും. ഈ വധശിക്ഷ എന്ന് പറയുന്നത് ആ സ്പോട്ടിലെ വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ആ മരിക്കും വരെ നമ്മൾ മരണത്തിന് കാത്തിരിക്കുന്നൊരു വേദന, അല്ലെങ്കിൽ മരിക്കുമ്പോൾ ഉള്ളൊരു വേദന. അതേസമയം ജീവപര്യന്തം ഏറ്റവും കുറഞ്ഞ 14 വർഷമാണ്. ഈ 14 വർഷം ജയിലിൽ കിടക്കുമ്പോൾ ആ മനുഷ്യൻ കിടന്ന് ഉരുകുന്ന ഒരു അനുഭവമുണ്ട്. ഇത് പുറം നമ്മുടെ വീട് പോലെ ജയില് കാണുകയാണെങ്കിൽ, നമ്മുടെ വീട് പോലെ ജയില് കാണുകയാണെങ്കിൽ
ആ ജയില് പുറത്ത് നിന്നാണ് പൂട്ടണത്, നമ്മളകത്ത് നിന്നല്ല പൂട്ടണത്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അമിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയുക. ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയപ്പോഴാണ് നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിഞ്ഞിട്ട് ആ ബ്രിട്ടീഷുകാർക്ക് എതിരെ നമ്മൾ പോരാടാൻ തുടങ്ങിയത്. ഈ സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കും അമൃതിന് തുല്യ. ആ അമൃത് അമിതായ വിഷമാണ്. സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിച്ചാലും ആവശ്യപ്പെട്ടാലും കിട്ടിയാലും അത് വിഷത്തിന് തുല്യ. അത് ആദ്യം മനസ്സിലാക്കുക.